ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. 3 പ്രമുഖർ ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. PS പ്രശാന്തിനെയും 2 ബോർഡ് അംഗങ്ങളെയും ഉടൻ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. സന്നിധാനത്ത് SIT സംഘം ഇന്ന് കൂടുതൽ പരിശോധന നടത്തും. സ്വർണ്ണവാതിലും കടത്തിയതായി സംശയിക്കുന്നുണ്ട്. കൊടിമരത്തിന്റെ പഞ്ചവർഗത്തറയിലും പരിശോധന നടക്കും. കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും. പ്രജിത്ത്, വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് വരുന്നത്. ഒരു വശത്ത് EDയുടെ റെയ്ഡ് പുരോഗമിക്കുന്നു, മറുവശത്ത് PS പ്രശാന്തിനെയും 2 ബോർഡ് അംഗങ്ങളെയും ഉടൻ ചോദ്യം ചെയ്യും എന്ന വാർത്ത വരുന്നു. 3 പ്രമുഖരടക്കം 5 പേർ അറസ്റ്റിലാകുമെന്ന സൂചന. ഈ 3 പ്രമുഖർ ആരൊക്കെയാണ്? അതാണ് ഒരു ഏവർക്കും അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും 3 പ്രമുഖർ കേസിൽ അറസ്റ്റിലാകുമെന്ന് പറയുമ്പോൾ ഇതുവരെ അറസ്റ്റിലായതിലും കൂടുതൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കൃഷ്ണരാജ്. എന്തായാലും അത് ആരായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അഭ്യൂഹങ്ങൾക്ക് അതിൽ സ്ഥാനമില്ല. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്ന VS പ്രശാന്തിനെ 2024 പ്രസിഡന്റായിരിക്കുകയും സ്വർണ്ണക്കവർച്ച മറച്ചുപിടിക്കാൻ ബോധപൂർവമായി ഇടപെടൽ നടത്തിയെന്നുള്ള ഹൈക്കോടതിയുടെ വിമർശനവും നേരിട്ട PS പ്രശാന്തിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ വളരെ രഹസ്യമായി ചോദ്യം ചെയ്ത് പ്രശാന്തിനെ വിട്ടയക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രശാന്ത് വീണ്ടും ചോദ്യമുന്നിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കോടതിയുടെ അടക്കം നിരീക്ഷണം നിലനിൽക്കുന്നുണ്ട്. 2024 ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2024 നടന്ന സംഭവവികാസങ്ങളും പരിശോധിക്കപ്പെടണം എന്നുള്ളത് കോടതി കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് വീണ്ടും അന്വേഷണ സംഘം, ഇത് 2ാമത്തെ തവണയാണ് 2024-25 കാലത്തെ ബോർഡിലേക്ക് ഈ കോടതിയുടെ വിമർശനം വരുന്നത് എന്നുള്ള സാഹചര്യത്തിൽ കൂടിയാണ് 2ാമത് വീണ്ടും PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതോടൊപ്പം തന്നെ അജികുമാർ അടക്കമുള്ള മറ്റ് ബോർഡ് അംഗങ്ങളെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യൽ വരാൻ പോകുന്നതിന് തൊട്ട് മുന്നാലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനൊപ്പം തന്നെയാണ് ഇന്ന് സന്നിധാനത്ത് SITയുടെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സ്വർണ്ണവാതിൽ കടത്തിയതായി സംശയം നിലനിൽക്കുന്നുണ്ട്. കൊടിമരത്തിന്റെ പഞ്ചവർഗ തറയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇന്ന് പരിശോധന നടക്കുമെന്നുള്ളതാണ്. സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്താനാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുമതി നൽകിയത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന, ഈ സ്ട്രോങ് റൂം രജിസ്റ്റർ അടക്കമുള്ള വിഷയങ്ങളിലെ പരിശോധന കൃത്യമായിട്ടുണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ സ്വർണ്ണവാതിലുകൾ പുതുതായി അല്ലെങ്കിൽ പഴയ സ്വർണ്ണവാതിലുകൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള സംശയം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ സ്വർണ്ണവാതിലുകൾ എവിടെ പോയി, ഇത് ഏത് സ്ട്രോങ് റൂമിലിരിക്കുന്നു, സ്ട്രോങ് റൂം രേഖകളിൽ സാധനങ്ങൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ പല ഘട്ടത്തിലും ഉയർന്നു കേട്ടതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ട്രോങ് റൂമിൽ പരിശോധന നടക്കുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ എന്നതിനപ്പുറത്തേക്ക് ശബരിമലയിൽ നിന്ന് ഈ സ്ട്രോങ് റൂം രജിസ്റ്റർ അടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റ് വസ്തുവകകൾ കാണാറായിട്ടുണ്ടോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ അതിൽ കൂടി പരിശോധന നടക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ VSSയിൽ നിന്നുള്ള റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം അതിലൊരു സംശയം ബലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയ പാളികൾ സംബന്ധിച്ചിട്ടുള്ള പരിശോധനാ ഫലങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനും ഇരിക്കുന്നു. പക്ഷേ അപ്പോഴും പഴയ സ്വർണ്ണപ്പാളികൾ വിറ്റിരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സ്ട്രോങ് റൂം പരിശോധന അടക്കം വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും വാതിൽപ്പാളികളടക്കം പരിശോധനകൾ നടക്കുമ്പോൾ അതിൽ പുതിയ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതി ഈ സ്വർണ്ണപ്പാളികൾ തന്നെ മാറ്റിയോ എന്നടക്കമുള്ള സംശയങ്ങൾ പരിശോധിച്ചത്. VSSയുടെ ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴിയെടുക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി 9 കേസ് വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ സ്ട്രോങ് റൂം രജിസ്റ്റർ അടക്കം പരിശോധിച്ച രജിസ്റ്ററിലുള്ള വസ്തുവകകൾ, പ്രത്യേകിച്ച് സ്വർണ്ണവാതിലുകളടക്കമുള്ള പഴയ സ്വർണ്ണവാതിലുകളടക്കമുള്ള വസ്തുവകകൾ അവിടെ തന്നെ ഉണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സാഹചര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിവേഗം പരിശോധന നടത്തി ഈ പാളികളുടെ അളവെടുക്കുന്നതും PS പ്രശാന്തിനെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും അടക്കം ചോദ്യം ചെയ്യും വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, SIT സംഘം ഇന്ന് സന്നിധാനത്ത് സ്ട്രോങ് റൂം അടക്കം പരിശോധിക്കും എന്നതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.